2020-21 കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ വീണ്ടും ഒരു കർഷക സമരം ഹരിയാന അതിർത്തിയിൽ ആയ ശംഭുവിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണ അല്പം വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ സമരക്കാർ ദില്ലിയുടെ അതിർത്തികളിൽ തമ്പടിച്ചത് മാസങ്ങളോളമാണ്. ഇത്തവണ ഹരിയാന അവർ കടന്നിട്ടില്ല. ഹരിയാന അതിർത്തിയിൽ അവരെ പോലീസ് തടഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ണീർവാതക പ്രയോഗം നടത്തി എന്നുള്ളതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റും ഹരിയാന പോലീസിന് ഈ സമരത്തിലൂടെ നേടാൻ കഴിഞ്ഞു. ഏതായാലും കർഷകരുടെ സമരം ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് കർഷകനാണ്. കർഷകരുടെ അനവധി ആവശ്യങ്ങൾ, ആവലാതികൾ കാലങ്ങളായി നാം കേൾക്കുന്നതാണ്. അതിലേറെയും സംസ്ഥാന സർക്കാരുകൾക്ക് തീർക്കാൻ പറ്റുന്ന ആവശ്യങ്ങളാണ്. കേന്ദ്രത്തിന് തീർക്കാൻ പറ്റുന്ന കുറച്ച് ആവശ്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ സംസ്ഥാന തലത്തിലൊന്നും ഈ കർഷകരുടെ സമരമെങ്ങും യേശുന്നതായി നാം കണ്ടിട്ടില്ല. കേരളത്തിലെ കഥയല്ല പറയുന്നത്. കേരളത്തിൽ കർഷകർ എന്നത് വളരെ അപൂർവമായി കാണുന്ന ഒരു കാഴ്ചയാണ്. കൃഷി വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിലും കർഷകർ ആത്മഹത്യ ചെയ്യുന്നൊരു നാടായി നമ്മുടേത് മാറിയിട്ട് കാലം കുറയായി. ഏതായാലും ഈ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ സമരമൊരു അനാവശ്യമാണ്. അത് പറയാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ സമരത്തിനായി തിരഞ്ഞെടുത്ത സമയം, തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കുന്നു. 1 മാസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പാണ്, പൊതു തെരഞ്ഞെടുപ്പ്. ഈ രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അടുത്ത സർക്കാർ ആര് വരണമെന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്നൊരു സമരം പ്രഖ്യാപിക്കുന്നു. ആ സമരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ പിന്തുണ നൽകുന്നില്ല. ആദ്യഘട്ടത്തിൽ പകരം സ്വതന്ത്ര സംഘടനകൾ എന്ന് പറഞ്ഞ് 10-150 സംഘടനകൾ, ചെറുതും വലുതുമായ സംഘടനകളുണ്ടതിൽ, ആ സംഘടനകൾ എല്ലാം ചേർന്നിട്ടാണ് സമരം നടത്തുന്നത്. പക്ഷേ ആ സമരത്തിന് ഒരു മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ രാഹുൽ ഗാന്ധി എത്തുന്നു, ആം ആദ്മി എത്തുന്നു, അങ്ങനെ അനവധി പേർ എത്തുന്നു. ഇവിടെ ചില സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. സമരക്കാരുമായി സർക്കാർ 2 വട്ടം ചർച്ച പൂർത്തിയാക്കി. ഇന്ന് 3-ാം വട്ട ചർച്ചയിലാണ്. ഫെബ്രുവരി 8-നും 12-നും ചർച്ച നടത്തി. ഇന്നും ചർച്ചയുണ്ട്. ഈ ചർച്ചയിൽ സമരക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. അത് സമരക്കാരും പറയുന്നുണ്ട്, തങ്ങൾ ഉയർത്തിയ പല ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ അംഗീകരിക്കാൻ മോദി സർക്കാരിനല്ല, ലോകത്തൊരു സർക്കാരിനും കഴിയില്ല. കാരണം ആ ആവശ്യങ്ങൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കേണ്ട ആവശ്യമാണ്. നമ്മളുടെ പാർലമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റിൽ നിയമനിർമ്മാണം നടത്തുക സാധ്യമല്ല. അത് ഏവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം പാർലമെൻറ്റിൻ്റെ അവസാന സെഷനാണ് ഇപ്പോൾ നടന്നത്. ഇനി പുതിയൊരു തെരഞ്ഞെടുപ്പിൽ പോകണം, പുതിയ സർക്കാർ വരണം. ആ സർക്കാർ വന്നതിന് ശേഷം ഇവർ പറയുന്ന പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾ നിയമമാക്കി മാറ്റണം. നിയമമാക്കി മാറ്റുമ്പോൾ ഭൂരിപക്ഷത്തോടു കൂടി ആ ബില്ല് പാസ്സാകണം. അത് രാജ്യസഭയിൽ പാസ്സാകണം. പിന്നീടാണ് അത് നിയമമാകുന്നത്. ഇതൊക്കെ ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമല്ല. ഈ ഒരു 3 കാര്യത്തിൽ തട്ടിയാണ് ചർച്ച ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത്. അതായത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം മിനിമം താങ്ങുവില എന്നുള്ളതാണ്. അതിന് നിയമനിർമ്മാണം അനിവാര്യമാണ്. രണ്ടാമത് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്നുള്ളതാണ്. അത് എത്രത്തോളം നടപ്പാകാൻ കഴിയുമെന്നുള്ള കാര്യം വളരെ ദിവസങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് പാസ്സാക്കിയെടുക്കേണ്ട ഒരു നിയമമാണ്. മറ്റൊന്ന്, സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന്. ഈ സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഒരു ചെറിയ സംശയമുണ്ട്. കാരണം ഈ റിപ്പോർട്ട് മുമ്പ് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തതും ഈ കർഷക സംഘടനകൾ തന്നെയായിരുന്നു. അന്ന് എതിർപ്പും ഇന്ന് അനുകൂലവും എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, തിങ്കളാഴ്ച കേജ്രിവാളിന് ED 6ാമതും നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇത് വെറും ഒരു നോട്ടീസല്ല, കോടതി ഉത്തരവാണ്. ഹാജരായേ പറ്റൂ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ദില്ലിയിലെ ആം ആദ്മി സർക്കാരും അതിൻ്റെ തലവൻ കേജ്രിവാളും ശ്രദ്ധ തിരിക്കാനാണ് ഈ സമരമെന്ന് BJP പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയപരമായി തന്നെ ഇതിനെ നേരിടാൻ BJP തയ്യാറെടുക്കുന്നതും. പതിവ് പോലെ ഈ സമരത്തിൽ ഗുണ്ടകളും ഭീകരവാദികളും ഖാലിസ്ഥാൻ അനുകൂലികളും കാനഡയുടെ പതാക പതിപ്പിച്ച പട്ടവും മറ്റും പറത്തി തങ്ങൾ ഈ രാജ്യത്തുകാരല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അഴിഞ്ഞാട്ടം തുടങ്ങിയിട്ടുണ്ട്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പകുതി സംഘടനകൾ കേന്ദ്ര സർക്കാരുമായി 2 വട്ടം നടത്തിയ ചർച്ചയിൽ തൃപ്തരാണ്. സമരം പിൻവലിക്കാൻ അവർ തയ്യാറുമാണ്. പക്ഷേ മറ്റു ചില സംഘടനകൾ തയ്യാറല്ല. കാരണം ഈ സംഘടനകളൊന്നും ഒരു ഏകീകൃത സ്വഭാവമുള്ളതല്ല. പലർക്കും പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. 2020-21 കാലഘട്ടത്തിൽ നാം കണ്ടതാണ്. ദില്ലിയുടെ തെരുവോരങ്ങളിൽ ട്രാക്ടർ കൊണ്ട് മരണപ്പാച്ചിൽ നടത്തി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയ കാര്യം. ഇവിടെയൊക്കെ ഖാലിസ്ഥാൻ അനുകൂല സംഘടനകളുടെ സ്വാധീനം അന്നേ തെളിഞ്ഞതാണ്. ഇപ്പോഴും അതൊക്കെ തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതായത് ഒരു സമയം ഈ സമരം ആവശ്യമാണ്, മറ്റൊരു സമയം ഈ സമരം അനാവശ്യവുമായി മാറുന്നത് ഇങ്ങനെയാണ്. അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെ തോൽപ്പിക്കാനായി കർഷകരെ മുന്നിൽ നിർത്തിക്കൊണ്ട്
വിഘടനവാദ സ്വഭാവമുള്ള സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും കളിക്കുന്നൊരു കളിയാണിതെന്ന് ആരെങ്കിലും തോന്നിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അവരെ തെറ്റ് പറയാൻ കഴിയില്ല. എന്നാൽ കർഷകർ ഉയർത്തുന്ന പല ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതുമാണ്. പക്ഷേ കർഷകർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന 3 ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ പരിഗണിക്കാൻ അല്ലെങ്കിൽ അതിനൊരു ഉറപ്പ് കൊടുക്കാൻ മോദി സർക്കാരിനെന്നല്ല ലോകത്തൊരു സർക്കാരിനും കഴിയില്ല. കാരണം കാലാവധി കഴിഞ്ഞ ഒരു പാർലമെൻറ്റ്, കാലാവധി കഴിഞ്ഞൊരു നിയമനിർമ്മാണ സഭ എങ്ങനെ ഇത് നിയമമാക്കും? ഓരോ സാധാരണക്കാരനും ചോദിക്കുന്ന ചോദ്യമാണ്. നടക്കാത്ത കാര്യത്തിന് കടുംപിടുത്തം പിടിച്ച് കുറേ ലാത്തിച്ചാർജും വെടിവെപ്പും ഉണ്ടാക്കി രക്തസാക്ഷികളെ സൃഷ്ടിച്ച് ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ ചെറിയ ഓളങ്ങളുണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. കഴിഞ്ഞ തവണത്തെ ആ കർഷക സമരം കൊണ്ട് ആരെന്ത് നേടിയെന്ന് ചോദിച്ചാൽ നേട്ടമുണ്ടാക്കിയത് BJP തന്നെയായിരുന്നു. യു പിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകൾ ജാട്ടുകൾ കൂടുതലുള്ള മേഖലകളാണ്. ആ മേഖലകളിൽ വലിയ നഷ്ടം, വലിയ തിരിച്ചടി BJP നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞെടുത്ത് അവർ വമ്പൻ വിജയമാണ് നേടിയത്. അവിടെയുള്ള സീറ്റുകളിൽ ബഹുഭൂരിപക്ഷവും BJP നേടുന്ന കാഴ്ചയാണ് കണ്ടത്. കർഷക സമരത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് കർഷകർ അനവധി ഉള്ള ഇടങ്ങളിൽ, അതായത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും അടക്കം ഉള്ള ഇടങ്ങളിൽ BJP വലിയ രീതിയിൽ ജയിച്ചു കയറി. പഞ്ചാബ് അവർക്ക് അത്ര സുഖകരമായ മണ്ണായിരുന്നില്ല. ശിരോമണി അകാലിദളാണ് കൂട്ടുകക്ഷി. ഇത്തവണ അവിടെയും ചില നേട്ടങ്ങൾക്ക് ഒരു സാധ്യതയുണ്ടോ എന്നവർ പരീക്ഷിക്കുന്നു. ഹരിയാനയിലും അവർ ജയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ എവിടെയാണ് കർഷകർക്ക് പിന്തുണയുമായി ജനം മോദി സർക്കാരിനെതിരായി വോട്ട് ചെയ്തതെന്നുകൂടി ഈ സമരം ചെയ്യുന്നവർ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കർഷകരുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ പരിഗണിക്കുക ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും. ഇതിനാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ പോയിന്റ്. നന്ദി, നമസ്കാരം.